ആസിഫ്, ഈ മാവോയിസ്റ്റുകളെ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നിലവിലുള്ള NDA സർക്കാർ പോകുന്നത്. അമിത്ഷായുടെ പ്രഖ്യാപിത നയങ്ങളിലൊന്നുകൂടിയാണ് അത് എന്ന് പറയുന്നത്. പക്ഷേ തതുല്യമായി തന്നെ സുരക്ഷാ സേനാംഗങ്ങൾക്കും കാര്യമായി തന്നെ ജീവൻ നഷ്ടമാകുന്ന സ്ഥിതി ഉണ്ടാകുന്നുണ്ട്. വേട്ട തുടരുകയാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമുള്ള നടപടികളിലേക്ക് പൂർണ്ണ തോതിലെത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സുരക്ഷാ സേനാംഗങ്ങൾ. ലാല അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം കഴിഞ്ഞ 11 മാസക്കാലം രാജ്യത്ത് വലിയ രീതിയിലുള്ള മാവോയിസ്റ്റ് വേട്ടയാണ് നടന്നിട്ടുള്ളത്. ഒരു സംസ്ഥാനങ്ങളിലും മുമ്പ് കഴിഞ്ഞ 20 വർഷത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ ഒരു സംസ്ഥാനങ്ങളിലും മുമ്പുണ്ടായതിനേക്കാൾ വലിയ രീതിയിലുള്ള മാവോയിസ്റ്റ് വേട്ട ഈ ഒരു കാലയളവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം ഛത്തീസ്ഗഡിലാണ് മാവോയിസ്റ്റുകൾ ഏറ്റവും ശക്തമായ ഒരു സംസ്ഥാനമായി നമുക്ക് പറയാൻ കഴിയുക. ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ 11 മാസം, അതായത് ഡിസംബറിലെയും ജനുവരിയിലെയും കണക്കുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. അതിൻ്റെ ഔദ്യോഗികമായ കണക്കുകൾ പുറത്തു കൊണ്ടാണ്. പക്ഷേ ആ കണക്കുകൾ നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഛത്തീസ്ഗഡിലൊക്കെ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലും മാവോയിസ്റ്റുകൾ കൊലപ്പെടുന്നതും നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ആ കണക്കുകൾ കൂടി വരുമ്പോൾ അത് 1100ഓളം അടുത്ത് വരും ആ ഒരു വർഷത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഈ 13 മാസത്തിനുള്ളിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളുടെ എണ്ണം. 20 കൊല്ലത്തിനുള്ളിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളിൽ 26% ഈ 2024 ജനുവരി മുതൽ നവംബർ 30 വരെയുള്ള ഈ ഒരു 11 മാസക്കാലമാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് 20 കൊല്ലം കൊണ്ട് 3745 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടതായാണ് സർക്കാരിൻ്റെ ഔദ്യോഗികമായ കണക്ക്. അതിൽ പക്ഷേ കഴിഞ്ഞ 11 മാസം കൊണ്ട് 985 മാവോയിസ്റ്റുകൾ കഴിഞ്ഞ 11 മാസം കൊണ്ട് മാത്രം കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ഈ കണക്കുകളുടെ ഒരു കാര്യം പരിശോധിക്കുമ്പോൾ ബീഹാറിൽ കഴിഞ്ഞ 20 കൊല്ലത്തിനുള്ളിൽ ഉണ്ടായ ഏറ്റവും ഉയർന്ന കണക്ക് എന്ന് പറയുന്നത് 15 ആയിരുന്നു. ഏറ്റവും ഉയർന്ന മാവോയിസ്റ്റുകളുടെ മരണസംഖ്യ ഒരു കൊല്ലം കൊല്ലപ്പെടുന്നത് 15 ആയിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 11 മാസം അത് 115 ഉയർന്നിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന ഏറ്റവും ഉയർന്ന കണക്ക് ഒരു കൊല്ലത്തിൽ 142 ആയിരുന്നുവെങ്കിൽ ഇക്കൊല്ലം അത് കഴിഞ്ഞ കൊല്ലം നവംബർ വരെയുള്ള കണക്ക് പ്രകാരം അത് 644 ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ മാവോയിസ്റ്റ് വേട്ട എന്നുള്ള നയത്തിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള ഒരു ആക്രമണം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ളൊരു മാവോയിസ്റ്റുകളെ പിടികൂടാനുള്ളൊരു ശ്രമവും മാവോയിസ്റ്റുകളെ കൊന്നൊടുക്കാനുള്ള ശ്രമവും തുടരുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. എന്തായാലും ഈ ഛത്തീസ്ഗഡിലാണ് ഈ 20 കൊല്ലത്തിലുള്ള ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടുള്ളത്. 1893 മാവോയിസ്റ്റുകൾ ഈ ഒരു കാലയളവിൽ ഛത്തീസ്ഗഡിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞ 20 കൊല്ലത്തിൽ. പക്ഷേ അതിൽ 35% കൊല്ലപ്പെടുന്നത് ഈ കഴിഞ്ഞ 11 മാസ കാലയളവിലാണ് എന്നുള്ളത് അതിൻ്റെ ഒരു കണക്കിൻ്റെ ഒരു ഗൗരവം കൂട്ടുന്നതാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ഒരു മാവോയിസ്റ്റ് വേട്ട ഇത്ര ശക്തമായി തുടരുന്നത് എന്ന് തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഏതായാലും കേരളമടക്കം 10 സംസ്ഥാനങ്ങളിലാണ് ഇത്തരത്തിൽ മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടുള്ളത് ഈ 20 കൊല്ല കാലയളവിൽ. പക്ഷേ കഴിഞ്ഞ 11 മാസമായി 2024 ജനുവരി മുതൽ നവംബർ വരെയുള്ള ഈ 11 മാസമായി വലിയ രീതിയിലുള്ള വേട്ട ശക്തമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഈ ഒരു 11 മാസക്കാലയളവിൽ 18 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അവരുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. ഇതിൽ UPA സർക്കാരിൻ്റെയും NDA സർക്കാരിൻ്റെയും ഒരു താരതമ്യം എടുക്കുകയാണെങ്കിൽ UPA സർക്കാരിൻ്റെ കാലത്ത് 1627 മാവോയിസ്റ്റുകൾ ആണ് കൊല്ലപ്പെട്ടതെങ്കിൽ ഇപ്പോൾ അത് 2137 ഉയർന്നിരിക്കുന്നു. 1913 സുരക്ഷാ ഉദ്യോഗസ്ഥർ അക്കാലയളവിൽ UPA സർക്കാരിൻ്റെ കാലയളവിൽ കൊല്ലപ്പെട്ടുവെങ്കിൽ NDA സർക്കാരിൻ്റെ കാലത്ത് 447 സുരക്ഷാ ഉദ്യോഗസ്ഥർക്കാണ് ജീവൻ നഷ്ടമായത്. എന്തായാലും 13,103 മാവോയിസ്റ്റുകൾ ഈ 20 കൊല്ലത്തിനുള്ളിൽ കീഴടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായി കീഴടങ്ങുന്ന മാവോയിസ്റ്റുകളുടെ എണ്ണവും വലിയ രീതിയിൽ വർധനവുണ്ടായിട്ടുണ്ട്. പക്ഷേ ശക്തമായ മാവോയിസ്റ്റ് വേട്ട ഈ ഒരു സർക്കാരിൻ്റെ കാലത്ത് നടക്കുന്നു. അത് കഴിഞ്ഞ ഒരു വർഷം അത് വലിയ രീതിയിൽ ഉള്ള വർധനവുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ 2 മാസവും കൂടി തുടരുന്നുണ്ട് എന്നുള്ളത് കൂടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഈ മരണസംഖ്യ അല്ലെങ്കിൽ മാവോയിസ്റ്റ് ആശയക്കാരുടെ മരണസംഖ്യ, കൊല്ലപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. ആസിഫ്, നമ്മൾ ഈ മാവോയിസ്റ്റ് വേട്ട എന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളുടെ തോതിലും വളരെയധികമുള്ളൊരു വർധനവ് കഴിഞ്ഞ വർഷം നമ്മൾ എടുത്തു പറയേണ്ടതാണല്ലോ. പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ് പോലുള്ള സംസ്ഥാനങ്ങളിൽ രൂക്ഷമായ രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നു, രൂക്ഷമായ രീതിയിലുള്ള പോരാട്ടങ്ങളും ഉണ്ടായിരുന്നു.